സിയാറത്തിനെ എതിർക്കുന്നവരാ വഹാബികള്. സിയാറത്ത് പാടില്ല എന്ന് പറയുന്ന കൂട്ടക്കാർ കിൽത്താനിൽ വന്നിരിക്കുന്നു, ദ്വീപിൽ വന്നിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചവരോട് പറയുകയാണ്, ഞങ്ങൾ സിയാറത്തിനെ എതിർക്കുന്നവരല്ല. ആ ഖബർ പോയി കാണണമെന്ന് ഖബറാളി മുസ്ലിമാണെങ്കിൽ ആ ഖബറാളിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കപ്പെട്ടവരുമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഖബറിങ്ങൾ പോകാം, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നേ പറയുന്നുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തോളൂ. നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ അവർക്കും ഗുണം കിട്ടും, നമുക്കും ഗുണം കിട്ടും. ഇനിയോ നമുക്ക് വേറെയും ഗുണങ്ങളുണ്ട്. അതെന്താ? അവരെ ഖബർ കാണുമ്പോൾ ഏത് കടുത്തുറച്ച മനസ്സിൻ്റെ ഉടമയുടെയും കണ്ണിൽ നിന്ന് ഇത്തിരി ഒരു കണ്ണുനീര് വരും. എൻ്റെ പ്രിയപ്പെട്ടവളല്ലേ കിടക്കുന്നത്, എൻ്റെ നാട്ടുകാരനായിരുന്നില്ലേ, എൻ്റെ ബന്ധപ്പെട്ടവരായിരുന്നില്ലേ, എപ്പോൾ മരിച്ചാലും ഞാനും വന്ന് കിടക്കേണ്ടതല്ലേ? ആരാണവർക്ക് ഖബറിൽ കൂട്ടിനുള്ളത്? അവർ ചെയ്ത അമലല്ലാതെ മറ്റൊന്നുമില്ലാതെ അവർ ഖബറിൽ കഴിയുകയല്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഒന്ന് നന്നാക്കണം, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തണം, നോമ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും എൻ്റെ റബ്ബിനെ അനുസരിച്ച് ഞാൻ ജീവിച്ചാലേ ഈ ഇരുട്ടറയിൽ എനിക്ക് വെളിച്ചം കിട്ടൂ. ആ ചിന്തക്കൊക്കെ നല്ലതാണ് ഖബർ പോയി കാണൽ. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. അതേ അവസരത്തിൽ കിളുത്തനിലെ കുളിക്കരയിൽ പോകുന്നതെന്തിനാ? ദർഗയിൽ പോകുന്നതെന്തിനാ? അമ്മേനി പോയവരുടെ മക്ബറയിൽ പോകുന്നതെന്തിനാ? അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണോ? അതോ അവരെ വിളിച്ച് നമ്മുടെ കാര്യം പറഞ്ഞ് നേടാനാണോ? ഇതാ വ്യത്യാസം. ഈ വ്യത്യാസം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. ഖബർ സിയാറത്ത് എന്ന് പേരിടുക, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഖബർ സിയാറത്തിൽ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാ പഠിപ്പിച്ചത്. ഇവര് സിയാറത്ത് എന്ന് പേരിടുക, എന്നിട്ട് നാടുതോറും ദർഗകൾ കയറി ഇറങ്ങുക. കുളിക്കരെ എന്താ പേരിട്ടോളി, അവിടെയൊക്കെ കയറി ഇറങ്ങുക, എന്നിട്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക. ഇതെങ്ങനെ സഹോദരന്മാരെ? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ആ നബിമാരുടെ പാതയിൽ ഇതുണ്ടോ? സിദ്ദീഖീങ്ങളുടെ പാതയിൽ ഇതുണ്ടോ? ഖബറിങ്ങൾ പോയിട്ട് അവരോട് ചോദിക്കൽ അത് പാടില്ലാത്തതാണ്. അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്, യാതൊരു സംശയവും വേണ്ട.